ബാക്ക് ടു സാലും ലേണിംഗ് അനറ്റമീസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം. അപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ വൺ ബൈ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ പഠിപ്പിച്ച് തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലെയിൻ മിറർ എന്താണ്, അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാതെ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. വേഗം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ രണ്ട് ചിത്രം നോക്കിയാൽ മതി. എ എന്ന് പറയുന്നു, ബി എന്ന് പറയുന്ന രണ്ട് ചിത്രം മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് ചിത്രത്തിലും ഒരു ബോയ് ഇതാണ്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് നോക്കുവാണ്. പക്ഷെ നോക്കുന്ന രീതിയിലാണ് അവിടെ വ്യത്യാസമുള്ളത്. ഒന്നാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്, ഒന്നുകിൽ ഒരു PVC പൈപ്പ് അല്ലെങ്കിൽ ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ആ കുട്ടി അത് നോക്കുന്നത്. രണ്ടാമത്തതിൽ എങ്ങനെയാണ് കാണുന്നത്, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു PVC പൈപ്പ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പേപ്പർ ആയിക്കൊള്ളട്ടെ, അത് ചുരുട്ടിയിട്ടാണുള്ളത് അല്ലേ, അതായത് സ്ട്രെയിറ്റ് ആയിട്ടല്ല, ജസ്റ്റ് അവിടെ ഒരു ബെൻഡിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എ എന്ന് പറയുന്ന ഫിഗറിലുള്ള കുട്ടിക്കാണോ ബി എന്ന് പറയുന്ന ഫിഗറിലുള്ള കുട്ടിക്കാണോ നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് നല്ല വ്യക്തമായി കാണാൻ പറ്റുന്നത്. ഏത് കുട്ടിക്കാണ്? യെസ്, എ എന്ന് പറയുന്ന കുട്ടിക്കാണ്. ബിക്കോസ് നമുക്കറിയാം ഈ ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ലൈറ്റിൽ നിന്നുള്ള പ്രകാശം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ലൈറ്റ്, യെസ്, ആ ഒരു ലൈറ്റ് റേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ഒരു കുട്ടിയുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇതുപോലെ ബെൻഡ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ലൈറ്റിനില്ല. അപ്പം നമുക്ക് മനസ്സിലായി ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ഓൾവേസ് ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സർഫസിൽ വന്ന് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ 3 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്നെങ്കിൽ എന്തായിരിക്കും, ആ സർഫസിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റിന് ട്രാവൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ എന്താണ്, കുറച്ച് ലൈറ്റിനെ മാത്രം അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതിനെ എന്താണ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്, അവിടെ വന്ന് പതിക്കുന്ന ലൈറ്റിനെ അത് റിട്ടേൺ ബാക്ക് ചെയ്ത് വിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് മക്കൾ ഇവിടെ നോക്കിക്കുകയും ഇവിടെ നിങ്ങൾക്കൊരു മിറർ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ മിറർ എന്ന് പറയുന്നത് അതിൽ വന്ന് പതിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഇതൊരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. ഈ മിററിൻ്റെ ആ ഒരു സർഫസിൽ ഇവിടെ ഇതാ നമ്മുടെ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് റേ വന്ന് പതിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, യെസ്, അത് എവിടെ നിന്നാണോ വന്നത് അതേ ഭാഗത്തോട്ട് തന്നെ അത് റിട്ടേൺ ബാക്ക് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഫിനോമിനനെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോളോ ഓൺ എ സർഫസ്. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കറിയാം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മിററിൻ്റെ കേസിലാണ്. നമ്മളെല്ലാവരും മുഖം നോക്കുന്നതിന് വേണ്ടി നമ്മൾ മിറർ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് മിററാണ്? പ്ലെയിൻ മിററാണ്. അപ്പോൾ എന്താണ് പ്ലെയിൻ മിറർ? യെസ്, അതിൻ്റെ ആ ഒരു പ്ലെയിൻ സർഫസ് എന്ന് മക്കൾ ഓർത്താൽ മതി. ഓക്കെ, എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. അതിൻ്റെ ആ ഒരു സർഫസ് വളരെ പ്ലെയിൻ ആയിരിക്കും. അത്തരത്തിലുള്ള മിററാണ് നമ്മുടെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ മിററിൽ നമ്മൾ നോക്കുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ഇമേജിന് ധാരാളം പ്രത്യേകതകൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് എന്താണ്, ഇറ്റ് ഫോം ആൻ ഇറക്റ്റ് ഇമേജ്. അതായത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മളൊരു പ്ലെയിൻ മിററിൽ നോക്കുന്ന കേസിൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, ഇറക്റ്റ് ആണ്, നിവർന്നതാണ്, അല്ലാതെ അത് ഈ പറയുന്ന ഇൻവേർട്ടഡ് അല്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്താണ്, അത് വിർച്വൽ ആയിരിക്കും. അതായത് അതിനെ സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ കഴിയില്ല. അതാണ് വിർച്വൽ ഇമേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഇമേജിൻ്റെ സൈസും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ സൈസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സൈസ് എങ്ങനെയാണോ അതേ വലുപ്പം തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ മിററിൽ കിട്ടുന്ന രൂപത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് behind the mirror as the object stand in front of it. അതിനെ നമുക്ക് കുറച്ചും കൂടി ഷോർട്ടാക്കി പറയാൻ പറ്റും, the distance between the mirror and object is equal to the distance between the mirror and
ഇമേജ്. അതായത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, നമ്മളൊരു പ്ലെയിൻ മിററിൻ്റെ ഏറ്റവും അടുത്ത്, വളരെ അടുത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയാണ്, അത്രയും അടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതേസമയം നമ്മൾ നല്ലോണം ഒന്ന് ബാക്കോട്ടേക്ക് പോയിട്ട് നമ്മളൊന്ന് ഒളിഞ്ഞു നോക്കുന്ന പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജും എന്താണ്, അത്രയും ദൂരം ബാക്കോട്ട് പോയിട്ട് അവിടെ അവർ ആ ഒരു ഇമേജിൽ നമ്മൾ ഒളിഞ്ഞു നോക്കുന്നത് പോലെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്താണ്, സെയിം ആണ്. അടുത്തതാണ് ലാറ്ററൽ ഇൻവേർഷൻ. അതായത് നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേടാ, നമ്മുടെ ഈ മിററിൻ്റെ മുന്നേ നിന്ന് നമ്മുടെ ആ ഇടത് കൈ പൊക്കുന്ന കേസിൽ നമുക്ക് ആ മിററിൽ നമ്മുടെ വലത് കൈ പൊക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഷിഫ്റ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ഷിഫ്റ്റിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് റൈറ്റ് സൈഡ് നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ടും ലെഫ്റ്റ് സൈഡ് നമുക്ക് റൈറ്റ് സൈഡായിട്ടും നമുക്ക് കാണുന്ന ആ ഒരു ഫിനോമിന, അതാണ് ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മുടെ ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിനുണ്ടാവും എന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജാണ്, അതുപോലെ തന്നെ വിർച്വൽ ആയിട്ടുള്ള ഇമേജാണ്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതിന് ശേഷം ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾ മുടങ്ങാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത്, ഏതാണ്, ഏതിൻ്റെ ലൈവാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.